ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച ഈ ദിവസത്തെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ, ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങോട്ടെന്നറിയാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അബ്രാഹത്തിനോട് ദൈവമായ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എനിക്ക് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം 18:14. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, കർത്താവേ, അങ്ങേക്കെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയാണ്, കടന്നു പോകുന്ന വഴികള് ഒരുപക്ഷെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷെ നിന്നെ മനസ്സിലാക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പുസ്തകം 58:14. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും, നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തത്. തീർച്ചയാണ് മക്കളെ, നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള പാറമേല് നിർത്താൻ കഴിവുള്ള ഒരു ദൈവമായ കർത്താവ്, ആ ദൈവത്തെ ആശ്രയിച്ച്, ആ ദൈവത്തെ വിശ്വസിച്ച്, ആ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് കടന്നു പോകുന്ന ഒരു മകന്, ഒരു മകളെ ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റുകയില്ല. നമ്മെ കാക്കുന്നവൻ അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ജോസഫിനെ അനുഗ്രഹിച്ച ദൈവമാണെങ്കിൽ ആ ദൈവം അന്നും ഇന്നും എന്നും ഒരുപോലെ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനം 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം, എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മളെ നയിക്കണം. കാരണം നിശ്ചലമായി എങ്ങോട്ടെന്നറിയാതെ നാൽക്കവരളി നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ഇടത്തു നിന്നായിരിക്കാം, വലത്തു നിന്നായിരിക്കാം, കിഴക്കു നിന്നായിരിക്കാം, പടിഞ്ഞാറ് നിന്നായിരിക്കാം, നമ്മുടെ ശത്രുക്കള് നമുക്കായിട്ട് സാഹചര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, വ്യക്തികളിലൂടെ കുറ്റമെന്ന് വിചാരിക്കുന്നവർ പോലും നമ്മുടെ ശത്രുക്കളായിട്ട് കടന്നു വരുന്നത്. പക്ഷെ ദൈവമായ കർത്താവ്, ആ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്നവനെ കർത്താവ് കൈവിടുകയില്ല. കാരണം ആരെല്ലാം നമുക്കെതിരെ കരമുയർത്തി, ശബ്ദമുയർത്തി വഴികളിൽ തടസ്സമായാലും നമ്മുടെ ദൈവം നീതിമാനാണ്, ശക്തനാണ്. അവിടെ നമ്മുടെ രക്ഷാകവചമാണ്, അഭയദുർഗമാണ്. ശക്തൻ ആയുധധാരായിട്ട് കൊട്ടാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്ന പോലെ നമ്മെ പരിപാലിക്കുവാൻ, സംരക്ഷിക്കുവാൻ, സഹായിക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവം ജീവനുള്ളവനാണ്. വിശ്വസിക്കുക മക്കളെ, നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും നമ്മെ കാക്കുന്ന ദൈവം നമ്മളെ കൈവിടുകയില്ല. ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടുമുട്ടുന്നവരിൽ, കേൾക്കുന്നവരിൽ, അറിയുന്നവരിൽ ദൈവിക സാന്നിധ്യം കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.